ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേക്കപ്പ് ടിപ്സിനെ കുറിച്ചാണ്. വേക്കപ്പ് ടിപ്സ് എന്ന് പറയുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ടൈം മുതൽ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരു റുട്ടീനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനു മുന്നേ ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ ഹെൽത്തിന് ഭയങ്കര നല്ലതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് അതിനകത്ത് ചില സൈറ്റിലൊക്കെ ചില ഡോക്ടേഴ്സൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ അത് സ്പൈനിനെ ബാധിക്കും, അതേപോലെ തന്നെ ഹാർട്ടിനെയൊക്കെ പ്രഷർ കൂടുതലും കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് അത്രയും നല്ലതല്ല എന്നുള്ളത് അങ്ങനെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡ് ഉറങ്ങുന്നതാണ് ബെസ്റ്റ് പൊസിഷൻ എന്ന് എനിക്കും പറയാൻ പറ്റില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഉറങ്ങുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ സൂപ്പറായിട്ട് നടക്കും എന്നാണ് എൻ്റെ കേട്ടറിവും എൻ്റെ കണ്ടറിവും, അതായത് ഇതുപോലെ ഗൂഗിൾ ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് കൂടാതെ നെഞ്ചരിച്ചിൽ പോലെയുള്ള ഇറിറ്റേഷൻസ് ഒന്നും ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുവാണെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രോസസ്സ് എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ നടക്കുമ്പം ഭയങ്കര പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മുടെ സ്റ്റമക്ക് എന്ന് പറയുന്ന ഒരു പൗച്ച് പോലെയാണ്. അതായത് രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഉള്ള ഒരു പൗച്ച്. മൗത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പിന് ഈസോഫേഗസ് എന്ന് പറയും. അത് ആ പൈപ്പ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റമക്കിലാണ്. അപ്പോൾ സ്റ്റമക്ക് എന്ന് പറയുന്ന ഒരു പൗച്ച് പോലെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അതേപോലെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കും സ്റ്റമക്ക് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ കിടക്കുമ്പോൾ ഈ സ്റ്റമക്ക് നേരെ കമിഴ്ന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിലീസ് ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസസ് എല്ലാം കൂടിയിട്ട് ചിലപ്പോൾ ഈസോഫേഗസ് ത്രൂ നമ്മുടെ ചെസ്റ്റിന്റെ അവിടത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് തിരിച്ച് ഈ ഈസോഫേഗസിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹാർട്ട് ബേൺസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ കിടക്കുവാണെങ്കിൽ ഇത് അവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുകയും ചെയ്യും. ഇതിനൊരു വലിയ മൂവ്മെന്റ്സും ഡിസ്റ്റർബൻസും ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും. അതിനുശേഷം ഈ ഫുഡ് പാർട്ടികൾ ഇവിടുന്ന് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഇതാണ് ആ ഒരു പ്രോസസ്. അതുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഗുണങ്ങൾ ഉണ്ടെന്നുള്ള പറയാനുള്ള ഒന്നാമത്തെ അല്ല ആകെയുള്ള കാരണം. ഇതാണ് എനിക്കറിയുന്ന കാരണം. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞു, റൈറ്റ് സൈഡിൽ കിടന്നാലുള്ള ദോഷവശങ്ങൾ പറഞ്ഞു. ഇനി ബാക്ക് പൊസിഷനിൽ കിടക്കുന്ന, അതായത് യോഗ അഭ്യസിക്കുന്നവർക്ക് അറിയാം, അവർ സജസ്റ്റ് ചെയ്യുന്ന ഉറങ്ങേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് മലന്ന് കിടക്കുക എന്നുള്ളതാണ്. കമിഴ്ന്ന് കിടക്കാൻ ഒരിക്കലും പാടില്ല, അത് എല്ലാം കൊണ്ടും മോശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ യോഗയിൽ പറയുന്നതെന്ന് വെച്ചാൽ മലന്ന് കിടക്കുവാണെങ്കിൽ അത് സ്പൈനിന് നല്ല രീതിയിൽ ഗുണകരമായിരിക്കും. അത് സ്പൈനിനെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മലന്ന് കിടക്കുവാണെങ്കിൽ, പില്ലോ ഒന്നും ഇല്ലാണ്ട് മലന്ന് കിടക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്ലീപ്പിംഗ് പൊസിഷൻസ്. അപ്പം എനിക്ക് അറിയില്ല ഇതിനകത്തൊക്കെ ഏറ്റവും ബെറ്റർ എന്താന്നുള്ളത് എനിക്കും അറിയില്ല. ഇതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴും എനിക്ക് കണ്ടെത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. ഇനി എൻ്റെ കണ്ടന്റിലേക്ക് വരാം. അതായത് വേക്കപ്പ് ടിപ്സ്. നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചാടി ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പിന്നെ പടപട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം അറ്റാക്ക് പോലെയുള്ള പല സംഭവങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഹെൽത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള സംഭവങ്ങളെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ആയിരിക്കണം എല്ലാ പ്രോസസ്സും ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ നോർമലായിട്ട് തന്നെയായിരിക്കും ബോഡി പ്രവർത്തിക്കാം. അപ്പോൾ കാരണം ഡേ ടൈമിൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുള്ള എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തും അത് നോർമലായിട്ട് തന്നെയായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഉറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും എനർജി നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആവും. നമ്മുടെ അകത്തുള്ള എല്ലാ ഓർഗൻസും വളരെ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉറങ്ങി അങ്ങനെ രാവിലെ ആയി എഴുന്നേക്കാൻ വേണ്ടി പോകുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും, വളരെ സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക.
ആ സമയത്ത് നിങ്ങൾ ചാടി പടച്ച് എഴുന്നേൽക്കുമ്പം എല്ലാ ഓർഗൻസിനും വല്ലാത്തൊരു ഷോക്കായിരിക്കും അത്. അതായത് വളരെ സ്ലോ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ നെർവ് ഇമ്പൾസസ് അതിനുള്ള ഇൻഫർമേഷൻ, അതായത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗൻസിനോടൊക്കെ പറയും. പക്ഷെ എന്നാലും അതൊരു ഹെവിനെസ് ആയിരിക്കും ഈ ഓർഗൻസിനൊക്കെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതിനാവശ്യമുള്ള എനർജി ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ടും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഞാനിത് ശരിക്കും ഒരു ലേമൻ ടേമിലാണ് പറഞ്ഞു തരുന്നത്. വിവരമുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചാടി പഠിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹെവിനെസ് ആയിരിക്കും എല്ലാ ഓർഗൻസിനും നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് അത് ചിലപ്പോൾ അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡിൽ നിന്ന് വിട്ട് ചാടി എഴുന്നേക്കാതെ വളരെ പതുക്കെ ഒന്ന് കണ്ണു തുറന്ന്, സമയമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൊക്കെ തുറന്ന് കുറച്ച് നേരം അട്ടൊക്കെ നോക്കി കിടക്കുക. അതിന് ശേഷം ഉടനെ തന്നെ മൊബൈലൊന്നും എടുക്കാൻ പോവാതെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ത്രൂ എഴുന്നേക്കുക. ലെഫ്റ്റ് സൈഡിലാണ് ഉറങ്ങുന്നതെങ്കിൽ റൈറ്റ് സൈഡ് ത്രൂ എഴുന്നേക്കുക. റൈറ്റ് സൈഡ് ത്രൂ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്താ പറയുക, കാർഡിയാക് സിസ്റ്റത്തിന്, അതായത് നമ്മുടെ ഹാർട്ടിന് ഓവറായിട്ട് പ്രഷർ കൊടുക്കില്ല. ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് എഴുന്നേൽക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാർഡിയാക് സിസ്റ്റത്തിന് പ്രഷർ അധികം കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓവർ പ്രഷർ, ഓവർ ബേർഡൻ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ചിലപ്പോൾ അതിനകത്ത് അറ്റാക്ക്, അഗെയിൻ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സംഭവങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പണ്ടുള്ളവർ നമ്മളോട് പറയാറുണ്ട് അല്ലേ, എഴുന്നേൽക്കുമ്പോൾ വലത് തിരിഞ്ഞ് എഴുന്നേക്കാൻ മറക്കല്ലേ എന്നുള്ളത്. പ്രാർത്ഥിച്ചിട്ട് വലത് തിരിഞ്ഞ് എഴുന്നേക്കണം എന്നുള്ളവർ പണ്ടുള്ളവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്ന റീസൺ ഇതൊന്നുമല്ല. അവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ വലത് തിരിഞ്ഞ് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് വീഴും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും 1-2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡേ ടൈം എപ്പോഴെങ്കിലും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വീഴുവാണെങ്കിൽ ഇന്ന് ഇടത്ത് തിരിഞ്ഞാണ് എഴുന്നേറ്റ് വലത് തിരിഞ്ഞിട്ടല്ലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട് പണ്ട്. പക്ഷെ അവർക്ക് ഇതിന്റെ റീസൺ, ആക്ച്വൽ റീസൺ ഇതൊന്നും അറിയില്ല. അവർ പക്ഷെ അങ്ങനെ എന്തോ ഒരു കാരണം ഉണ്ട്. അത് അവരുടെ എന്താ പറയുക ഗ്രാൻഡ് ഫാദറും അല്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള മേ ബി റീസൺ ഇതായിരിക്കും, വലത് തിരിഞ്ഞ് എഴുതിയിട്ടില്ലെങ്കിൽ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇതാണ് ആക്ച്വൽ റീസൺ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി അങ്ങനെ നിങ്ങൾ ഉറക്കം ഉണർന്ന് നിങ്ങൾ എന്താ പറയുക റൈറ്റ് സൈഡ് ത്രൂ എഴുന്നേറ്റു അല്ലെ, റോൾ ടു യുവർ റൈറ്റ് ആൻഡ് വേക്കപ്പ്. ഇതാണ് മിക്ക സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബെഡ് വിട്ട് ചാടി പുറത്തിറങ്ങാണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പണ്ട് ഹിന്ദുസൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സംഭവം ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അതായത് കയ്യിലൊക്കെ ഇങ്ങനെ നോക്കി ഒരു ശ്ലോകമൊക്കെ ചൊല്ലി പരസ്പരം തമ്മിൽ റബ്ബ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ മുഖത്ത് വെക്കും. ഇത് അവർ റുട്ടീനായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അവർ ചൊല്ലുന്ന ശ്ലോകം ഇങ്ങനെയാണ്: കരാഗ്രേ വസത്തെ ലക്ഷ്മി, കര മധ്യേ സരസ്വതി, കര മൂലേത്തു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഇതാണ് ആ ഒരു ശ്ലോകം. അതിന്റെ മീനിങ് ഇപ്പം പറയുന്നതിൽ പ്രസക്തി ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അല്ലെങ്കിൽ പറയണോ? ഓക്കെ, പറയാം. അതായത് കരാഗ്രേ വസത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കൈയിന്റെ അറ്റത്ത് വസിക്കുന്നു ലക്ഷ്മി. കര മധ്യേ സരസ്വതി എന്ന് പറഞ്ഞാൽ കൈയിന്റെ നടുവിൽ വസിക്കുന്നു സരസ്വതി. കര മൂലേത്ത് ഗോവിന്ദ എന്ന് പറഞ്ഞാൽ കൈയിന്റെ കോർണറിൽ വസിക്കുന്നു ആര്? ഗോവിന്ദൻ. പിന്നെ പ്രഭാതേ കരദർശനം, രാവിലെ തന്നെ കൈ ദർശിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ഇത് എക്സാക്ട്ലി കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ പണ്ട് പഠിച്ചതാണ്, അതിന്റെ ഒരു ഓർമ്മയിൽ പറയുന്നതാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വലതുവശം ത്രൂ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ബെഡിൽ നിന്ന് വിട്ട് താഴെ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് റബ്ബ് ചെയ്തിട്ട് മുഖത്തിങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ കൈകളിൽ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ നെർവ് എൻഡിങ്സ് ഇമ്പൾസസ് അല്ലെങ്കിൽ സിഗ്നൽസ് കൊടുക്കും. ആർക്ക്? ബ്രെയിനിന്. എന്താ, ഈ പുള്ളിക്കാരനെ എഴുന്നേറ്റിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പണി തുടങ്ങാനായി എന്നുള്ളത്. ഈ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗനും പതുക്കെ വർക്ക് ചെയ്ത് തുടങ്ങും, മെറ്റബോളിസം ഒക്കെ പതുക്കെ നോർമലായി തുടങ്ങും. അല്ലാതെ പെട്ടെന്ന് ചാടിപ്പടിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടാതെ നമ്മുടെ ഓർഗൻസ് ഒക്കെ വല്ലാണ്ട് വിഷമിക്കും ഇതിനകത്ത് കിടന്നിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് റൈറ്റ് സൈഡ് ത്രൂ എഴുന്നേൽക്കുക. എന്നിട്ട് അതിന് ശേഷം കൈ തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്ത്, ശ്ലോകം ഒന്നും ചൊല്ലണ്ട, കൈ തമ്മിൽ റബ്ബ് ചെയ്ത് ഇങ്ങനെ മുഖത്തേക്ക് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം ഞാൻ പറഞ്ഞു. അതിനുശേഷം പതുക്കെ വളരെ സ്ലോ ആയിട്ട് എന്താ പറയുക ബെഡിലേക്ക് താഴേക്ക്
കാല് വെച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് എഴുന്നേൽക്കുക. ഒരിക്കലും പെട്ടെന്ന് എഴുന്നേൽക്കാൻ പാടില്ല. പതുക്കെ കുറച്ച് ഇരുന്ന് പതുക്കെ ബെഡിൽ നിന്ന് താഴേക്ക് കാല് വെച്ച് എഴുന്നേൽക്കുക. ഇത്രയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ യൂഷ്വലി ചെയ്യാറുള്ളത് അതങ്ങ് റിപ്പീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതായത് ചില ആൾക്കാർ ബാത്റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും, ചില ആൾക്കാർ പുറത്ത് പോയി ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. മാക്സിമം രാവിലെ തന്നെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ മൊബൈൽ എടുത്തിട്ട് ബാത്റൂമിൽ പോയി ഒരു മണിക്കൂർ ന്യൂസ് വായിച്ചും മറ്റ് പല വീഡിയോസൊക്കെ കണ്ടിട്ട് ഇരിക്കാറുണ്ട്. അത് ഒന്ന് പെട്ടെന്ന് തന്നെ ഒഴിവാക്കണ്ട. പതുക്കെ ആ ഒരു ശീലം മാറ്റി വരുത്തുക. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറിയാണ്ട് ഇരുന്ന് പോകുമ്പോൾ, മൊബൈൽ വീഡിയോ ഒക്കെ കണ്ട് ഇരുന്ന് പോകുമ്പോൾ പൈൽസ് പോലെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് ഒന്ന് പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ചായ കുടിക്കാം, അതൊക്കെ അത് നിങ്ങളുടെ ചോയ്സ്. ഞാൻ അതൊന്നും പറയുന്നില്ല. എന്തായാലും ഈ എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈൽ നോക്കുന്നതും അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ മൊബൈലും കൊണ്ട് പോകുന്നതുള്ള ശീലങ്ങൾ അതത്ര നല്ലതായിട്ടുള്ള ശീലങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വേക്കപ്പ് ടിപ്പ്. ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ്.